നമസ്കാരം. കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിൽസൺ കല്ലൻ. ലോക സമാധാനത്തിനും രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും കുടുംബങ്ങളുടെ സമാധാനത്തിനും വേണ്ടി ഫാദർ ഡേവിസ് ചിറമേലിന്റെ നേതൃത്വത്തിൽ 10,000 മണി ജപമാല പ്രാർത്ഥനാ യജ്ഞത്തിന് തുടക്കമാകുന്നു. സെപ്റ്റംബർ 5 മദർ തെരേസയുടെ തിരുനാൾ ദിനത്തിൽ തൃശൂർ അമല ആശുപത്രിക്ക് സമീപമുള്ള കൈപ്പറമ്പ് മദർ തെരേസ ദേവാലയത്തിലാണ് പ്രാർത്ഥനാ യജ്ഞത്തിന് തുടക്കം കുറിക്കുന്നത്. ഏകദേശം 75 വർഷങ്ങൾക്ക് മുൻപ് കാർഡിനൽ ഫുൾട്ടൻ ജെ ഷീൻ ആരംഭിച്ച കോണ്ടിനെന്റൽ റോസരി മാതൃകയിലാണ് ജപമാല പ്രാർത്ഥന സംഘടിപ്പിക്കുന്നത്. 5 ഭൂഖണ്ഡങ്ങളിലെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ലോക സമാധാനത്തിനും സഭയുടെ വിശുദ്ധീകരണത്തിനും മിഷൻ പ്രവർത്തനങ്ങളുടെ സജീവ സാക്ഷ്യത്തിനും വൈദികർക്കും കന്യാസ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും രോഗികൾക്കും വേണ്ടി പ്രാർത്ഥനകൾ സമർപ്പിക്കും. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുകയും സമൂഹത്തിൽ സമാധാനവും പരസ്പര സ്നേഹവും നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രാർത്ഥനയിലൂടെ കുടുംബങ്ങളിലും സമൂഹത്തിലും സമാധാനവും ഐക്യവും വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. മദർ തെരേസ ചർച്ച് കൈപ്പറമ്പ്, തൃശ്ശൂരിലെ അമല ഹോസ്പിറ്റലിനടുത്തുള്ള കൈപ്പറമ്പ് ചർച്ചിൽ ഒരു ജപമാല പ്രാർത്ഥനാ യജ്ഞം ആരംഭിക്കുകയാണ്. ഇത് 75 വർഷങ്ങൾക്ക് മുമ്പ് കാർഡിനൽ ഫുൾട്ടൻ ജെ ഷീൻ ആരംഭിച്ച കോണ്ടിനെന്റൽ ജപമാല ചൊല്ലിക്കൊണ്ടാണ് ലോക സമാധാനത്തിന് വേണ്ടി 5 നിയോഗങ്ങൾ, 5 ഭൂഖണ്ഡങ്ങളിലെ ജനങ്ങൾക്കും ലോക സമാധാനത്തിനും വേണ്ടി, സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, മിഷൻ പ്രവർത്തനങ്ങളെ സജീവ ക്രിസ്തു സാക്ഷ്യമാക്കുന്നതിന് വേണ്ടി, വൈദികർക്കും സിസ്റ്റേഴ്സിനും വേണ്ടി, കുടുംബത്തിനും രോഗികൾക്കും വേണ്ടി, അങ്ങനെ 5 നിയോഗങ്ങളുമായി 5 രഹസ്യങ്ങൾ മാറ്റിവെച്ച് ഫുൾട്ടൻ ജെ ഷീൻ ആരംഭിച്ച 75 വർഷങ്ങൾക്കും ആരംഭിച്ച കോണ്ടിനെന്റൽ ജപമാല 10,000 മണി ജപമാലയായി സെപ്റ്റംബർ 5 നമ്മൾ ലോക സമാധാനത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും, മരിയ ഭക്തരെ എല്ലാം ഞാൻ ക്ഷണിക്കുകയാണ്. മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ മദർ തെരേസയുടെ തിരുനാൾ ദിവസം, മരിച്ച ദിവസം, അതിനേക്കാളേറെ സഭയുടെ വിശുദ്ധീകരണത്തിൽ ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഫ്രാൻസിസ് അസീസിയുടെ 800ാം ചരമവാർഷികത്തിൻ്റെ അനുസ്മരണം മാർപ്പാപ്പ പ്രത്യേകമായി ആചരിക്കണമെന്ന് പറഞ്ഞ ഈ വർഷം ഫ്രാൻസിസ് അസീസിൻ്റെയും മദർ തെരേസയുടെയും മധ്യസ്ഥത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ പക്കലേക്ക് നാം ലോക സമാധാനത്തിന് വേണ്ടി ഈ ജപമാല ചൊല്ലി കാഴ്ചവെക്കുകയാണ്. സ്വന്തം വൃക്ക ഒരു അക്രൈസ്തവ സഹോദരന് ദാനം ചെയ്ത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മാതൃകയായി മാറിയ ഫാദർ ഡേവിസ് ചിറമേൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ രോഗികൾക്കും നിർധനർക്കും ആശ്രയമായി പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്ക് ഓൺലൈനായും പങ്കെടുക്കാൻ അവസരമുണ്ടാകും. ഇതെന്നെ കേൾക്കുന്ന ലോകത്തിലെ ഏത് രാജ്യത്തിരിക്കുന്ന മരിയ ഭക്തരും മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലുള്ളവർ ലൈവായിട്ട് നിങ്ങൾക്കിതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. 10,000 ജനങ്ങൾ ഇതിൽ പങ്കെടുക്കണം. ലോക സമാധാനം, കുടുംബ സമാധാനം ഒക്കെ ഇന്ന് വളരെ അകലെയാണ്. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഡൈവോഴ്സുകൾ അനുദിനം ലക്ഷക്കണക്കിന് പെരുകുന്നു. രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ശത്രുതയിലാകുന്നു. സഭയിൽ ഐക്യം നഷ്ടപ്പെടുന്നു. പുരോഹിതരും റിലീജിയസ് സിസ്റ്റേഴ്സും ക്രിസ്തു സാക്ഷ്യത്തിന് തയ്യാറാകണം. കുടുംബങ്ങളിൽ രോഗങ്ങൾ നിറയെ സങ്കടപൂരിതമാക്കുന്നു നമ്മെ. കുടുംബ വിശുദ്ധീകരണത്തിന് രോഗശാന്തിക്ക് വേണ്ടിയും വൈദികർക്കും സിസ്റ്റേഴ്സിനു വേണ്ടിയും മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ലോകസമാധാനത്തിനു വേണ്ടി ഈ 5 നിയോഗങ്ങൾക്ക് വേണ്ടി സെപ്റ്റംബർ 5 മദർ തെരേസ തിരുനാൾ ദിവസം എല്ലാവരെയും ഞാൻ തൃശ്ശൂരിലെ എൻ്റെ സെയിൻറ്റ് മദർ തെരേസ ചർച്ച് കൈപ്പറമ്പിലേക്ക് ക്ഷണിക്കുകയാണ്. 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന, തുടർന്ന് വരുന്ന എല്ലാവർക്കും ആയിരക്കണക്കിന് പേർക്ക് ഊട്ട്, ശേഷം 4 മണിക്ക് നമ്മൾ ഈ ഇന്ന് വരെ ലോകം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള ജപമാല പ്രാർത്ഥനാ യജ്ഞം ആരംഭിക്കുകയാണ്. ഇതിലൊരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. നിങ്ങൾ ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ കൗണ്ട് ചെയ്യും. സ്കാർഫ്, പച്ച, മഞ്ഞ, നീല, വെള്ള, ചുവപ്പ് സ്കാർഫുകൾ കെട്ടി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇതൊരു ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും
ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും വരുന്ന രീതിയിൽ, അതായത് ഇന്ന് വരെ ആരും ചെയ്യാത്ത രീതിയിൽ അതിനേക്കാളേറെ ആയിരക്കണക്കിന് അധരങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധി സമർപ്പിക്കുന്ന പ്രാർത്ഥനയായി നമ്മൾ ആരംഭിക്കുകയാണ്. സെപ്റ്റംബർ 1 മുതൽ ഓൺലൈൻ ജപമാലയും സെപ്റ്റംബർ 4 നൈറ്റ് വിജിലും സംഘടിപ്പിക്കും. സെപ്റ്റംബർ 5 നടക്കുന്ന പ്രധാന പ്രാർത്ഥനാ പരിപാടിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികളെ പങ്കെടുപ്പിക്കാനാണ് സംഘാടകരുടെ ലക്ഷ്യം. ജപമാല ഭക്തി കേരളത്തിലുടനീളം പ്രചരിപ്പിക്കുന്ന സാബു, ബെനീറ്റ, അഖിൽ എന്നിവരുടെ കുടുംബത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിപാടിക്ക് രൂപം നൽകിയിരിക്കുന്നത്. മദർ തെരേസയുടെയും വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെയും മാതൃക പിന്തുടർന്ന് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം സമൂഹത്തിൽ കൂടുതൽ ശക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു. സെപ്റ്റംബർ 5 നടക്കുന്ന പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യണം. ബന്ധപ്പെടേണ്ട നമ്പർ 9037886878 9037788678. ന്യൂസ് ഡെസ്ക്, കേരള ടൈംസ്.